രണ്ട് 14 വയസ്സുള്ള കുട്ടികളെ അടക്കം അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ ഭാവി തീർന്നു. ആ 10 പേരുടെ ജീവിതം തീർന്നില്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി കുറച്ചുകൂടെ ഇന്റലിജന്റ്ലി ക്രാഫ്റ്റ് ചെയ്ത് 20 വയസ്സുകാരനായ പയ്യന്റെ വീട്ടിലേക്ക് പോയിരുന്നു. നാളെ നമ്മുടെ മക്കൾക്ക് ഇത് ഉണ്ടാകാതിരിക്കാനാണ്. അല്ല, സമൂഹത്തിൽ ആർക്കും ഉണ്ടാവും, ആർക്കും ഉണ്ടാവും. ഈ 10 പേര് എത്ര നാളത്തേക്ക് ജയിലിൽ പോകും? നമസ്കാരം. പത്തനംതിട്ട കൂടലിലെ വ്യാജ പോക്സോ പരാതിയും അതേ തുടർന്ന് കുട്ടികളെ അറസ്റ്റ് ചെയ്ത നടപടിയുമൊക്കെ പോലീസിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നു. പോലീസിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിൽ കണ്ട് പരാതി നൽകുമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ എത്തിയത്. 13 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് പോലും ആണുങ്ങളെ കൊടുക്കാൻ വ്യാജ പരാതി കൊടുത്താൽ മതി എന്ന് തിരിച്ചറിവുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ്ലി ക്രാഫ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ വന്ന പരാതി പോലെ തന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പിള്ളേരെല്ലാം ജയിലിൽ കിടക്കുമായിരുന്നു. ആ പ്രായപൂർത്തിയായ ഒരു 90 ദിവസം ജയിലിൽ കിടന്നിട്ടേ വെളിയിറങ്ങുള്ളായിരുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആണുങ്ങളെ പീഡിപ്പിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന 2-3 കാര്യങ്ങളാണ്. ഈ കേസിൽ 20 വയസ്സുകാരനായ പയ്യൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഷെർലി അമ്മയോട് സംസാരിച്ചിരുന്നു. നിർബന്ധമായിട്ടും ആ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. 2, മനുഷ്യാവകാശ കമ്മീഷനിൽ സമീപിച്ച് നിർബന്ധമായി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. 3, പുരുഷ കമ്മീഷൻ പോലുള്ള സാധനങ്ങൾ വേണം. അത് മറുനാടനും കഴിഞ്ഞ വർഷം നമ്മുടെ നിയമസഭയിൽ സമർപ്പിച്ച കാര്യമാണ്. അത് നിങ്ങൾക്കും സബ്മിറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിൽ ഞങ്ങളിപ്പം ജോയ് സാർ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സാദിക്ക് ബാംഗ്ലൂരിൽ കമ്പനിയുണ്ട്. മെൻ കി ബാത്ത് എന്ന് പറയുന്ന ആപ്പ് തുടങ്ങുന്ന ആളാണ്. ഞങ്ങളെല്ലാം വേറെ വേറെ ജില്ലകളിൽ നിന്ന് വരുന്നത് നാളെ നമ്മുടെ മക്കൾക്ക് ഇതുണ്ടാകാതിരിക്കാനാണ്. അല്ല, സമൂഹത്തിൽ ആർക്കും ഉണ്ടാവും, ആർക്കും ഉണ്ടാവും. സമൂഹത്തിൽ ആർക്കും ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു ന്യായവും നീതിയും വേണം. അവിടെയാണ് പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. ഓൾറെഡി രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നിയമസഭയിലും ഈ ബില്ലുണ്ട്. അത് പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസും സംഭവിച്ചിരിക്കുന്നത്. ആ പോലീസുകാർക്കെതിരെ ആക്ഷൻ വേണ്ടേ? നാളെ നമ്മുടെ മക്കളെ അടിക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ വേദന അറിയും. ഇതിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരാണല്ലോ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ അടുത്തേക്കാണ് ഫസ്റ്റ് കാര്യങ്ങൾ എത്തുന്നതും, അവരാണ് ഫസ്റ്റ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല, ഇത് തെറ്റാണെന്നുള്ളത് അല്ലേ? അപ്പോൾ അതായത് ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഈ കാര്യം അവർ വളരെ ഓവർ ജലസ് ആണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അതിന് അവരുതരം അക്രമാസക്തമായിട്ടാണ് അല്ലെങ്കിൽ അഗ്രസീവായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാര്യം അങ്ങനെ ഇത്തരം കേസുകൾ ഉണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവായി ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. 2, ഇതൊരു ക്ലിയർ കട്ട് വ്യാജ പരാതിയാണ്. ഇപ്പോൾ പോലീസ് വൈദ്യപരിശോധന നടത്തി തെളിയിച്ചു. നാളെ മൊളസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ വൈദ്യപരിശോധന നടത്താനുള്ള സ്കോപ്പ് പോലും ഇല്ല. ഈ 10 പേര് എത്ര നാളത്തേക്ക് ജയിലിൽ പോകും? 2, 14 വയസ്സുള്ള കുട്ടികളെ അടക്കം അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ ഭാവി തീർന്നു. ആ 10 പേരുടെ ജീവിതം തീർന്നില്ലേ? ഇത് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞൊരു പയ്യനെ അത് അറിഞ്ഞിട്ടും പോലീസ് തല്ലിച്ചതച്ചു. അവരുടെ അമ്മ ഷേർലിയൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഇത് വേദനാജനകമായൊരു കാര്യമാണ്. ആ അമ്മയുടെ വേദനയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പോലീസിനെതിരെ നടപടി എടുക്കാൻ വൈകുകയാണ്. പോലീസിനെതിരെ നടപടി എടുക്കണം. ഇന്ന് അവർ രമേശ് ചെന്നിത്തലാജിയെ കാണുന്നുണ്ട്. ഞങ്ങളും തിരുവനന്തപുരത്തോട്ട് പോവാണ്. രമേശ് ചെന്നിത്തലാജിയെ കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. പോലീസ് വീടുകളിലെത്തി വളരെ ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. വളരെ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. 14 വയസ്സുള്ളപ്പോൾ ഇങ്ങനെയാണോ സ്കൂൾ പിള്ളേരെ ചെയ്യുന്നത്? സ്കൂളിൽ എന്നിട്ട് അത് പോലീസുകാർ പറഞ്ഞതായി മാതാപിതാക്കൾ പറയുന്നത്, കുട്ടികളോട് പറഞ്ഞു തെറ്റ് സംഭവിച്ചാൽ നിന്നെ വിടാമെന്ന്. കൊച്ചു പിള്ളേരല്ലേ? പോലീസുകാർ ചെയ്യുന്നത് എന്തൊരു ദ്രോഹമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞില്ലേ, ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് ഓരോ സമയത്തും അവർക്കും ഒരു റിഫ്രഷിംഗ് കോഴ്സോ അല്ലെങ്കിൽ അതൊന്ന് റിഫോം ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല സാറോ അല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ സാർ മുഖ്യമന്ത്രി അവരോട് ബഹുമാനത്തോടുകൂടി പറയട്ടെ, ഇന്ന് ഈ സ്കൂളുകളിൽ നടക്കുന്ന ഈ വസ്തുത കൗമാര പ്രണയങ്ങളെ വളരെ തെറ്റായ രീതിയിൽ വഴിതിരിച്ചു വിടാനായിട്ട് ഇവർ വളരെയധികം അത്യുത്സാഹം കാണിക്കുന്നുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ അവരെ കൂടെ ഒന്ന് റിഫോം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ്.